ഹലോ എവരിവൺ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് ആണ്. റോക്കറ്റ് ആൻഡ് ജെറ്റ് പ്ലാൻസ് ആണ് ഇതിൽ അപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റത്തിൽ വരുന്നത്. റോക്കറ്റ് ആൻഡ് ജെറ്റ് പ്ലാൻസ് ആർ വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ജെറ്റ് പ്രൊപ്പൽഷൻ ആണ്. ജെറ്റ് പ്രൊപ്പൽഷൻ്റെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് റോക്കറ്റും ജെറ്റ് പ്ലാൻസും വർക്ക് ചെയ്യുന്നത്. ഇൻ സിംപ്ലസ്റ്റ് ഫോം റോക്കറ്റും ജെറ്റ് പ്ലാൻസും കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു കമ്പഷൻ ചാമ്പർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, provided with a nozzle. In both cases, the fuel is burned in the presence of oxidizer in the combustion chamber. The burned gases are ejected out through the nozzle, imparting heavy momentum in the backward direction. In turn, the rocket or the jet plane recovers an equal momentum in the forward direction in accordance with the law of conservation of linear momentum. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കറ്റിലും ജെറ്റ് പ്ലാൻസിലും എന്ത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? കമ്പഷൻ ചാമ്പർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്പഷൻ ചാമ്പറിലാണ് ഫ്യൂവൽ ഇരിക്കുന്നത്. ഫ്യൂവൽ ബേൺ ചെയ്യും. എന്തിൻ്റെ പ്രസൻസിൽ? ഓക്സിഡൈസറിൻ്റെ പ്രസൻസിൽ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് നോസിലൂടെ ഇജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഹെവി മൊമെൻറ്റം ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഉണ്ടാവും. ആ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് നോസിലൂടെ പുറത്ത് വിടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഹെവി മൊമെൻ്റ് ഉണ്ടാവണം. അപ്പോൾ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റം റിക്കവർ ചെയ്തെടുക്കും ഫോർവേഡ് ഡയറക്ഷനിൽ. അങ്ങനെയാണ് ജെറ്റും റോക്കറ്റും ഒക്കെ മൂവ് ചെയ്യുന്നത്. അതാണ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോർവേഡ് ഡയറക്ഷനിൽ ഫോർവേഡ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അവിടെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഹെവി മൊമെൻ്റ് ഉണ്ടാവുന്നുണ്ട് ഈ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ അതിനോട് ഈക്വൽ ആയിട്ടുള്ള മൊമെൻ്റം ഉണ്ടാവുന്നതുകൊണ്ടാണ് മൂവ് ചെയ്യണത്? ജെറ്റും റോക്കറ്റും മൂവ് ചെയ്യണത്. The method of driving the body by the jet is called jet propulsion. The principle of jet propulsion depends upon the law of conservation of momentum. അപ്പോൾ ഈ മെത്തേഡ് ഇങ്ങനെ ജെറ്റിനെ ഡ്രൈവ് ചെയ്യണ ഈ മെത്തേഡിനെയാണ് നമ്മൾ ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ ജെറ്റ് പ്രൊപ്പൽഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റത്തിനെയാണ്. The difference between jet planes and the rocket is that the jet planes draw oxygen necessary for burning fuel from the surrounding air. സറൗണ്ടിങ് എയറിലുള്ള ഓക്സിജനാണ് ഓക്സിഡൈസർ ആയിട്ട് ജെറ്റ് പ്ലാൻസിൽ യൂസ് ചെയ്യുന്നത്. ജെറ്റ് പ്ലാൻസിൽ ഫ്യൂവൽ ബേൺ ചെയ്യാനായിട്ട് സറൗണ്ടിങ് എയറിലുള്ള ഓക്സിജനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രസൻസിലാണ് ഉണ്ടാവുക. പക്ഷേ റോക്കറ്റിൽ അങ്ങനെയല്ല. റോക്കറ്റ് ആൾട്ടിറ്റ്യൂഡിലാണ് മൂവ് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിലായതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റ്മോസ്ഫിയർ പ്രസൻ്റ് ആവില്ല. അപ്പോൾ റോക്കറ്റിൽ എന്താണ് ഉണ്ടാവുക? അവിടെ ഇറ്റ്സ് അവൺ ഓക്സിജൻ ഉണ്ടാക്കിയിട്ടാണ് ഓക്സിഡൈസറായിട്ട് അവൺ ഓക്സിജനാണ് യൂസ് ചെയ്യുക. അറ്റ്മോസ്ഫിയർ എയർ ഉണ്ടാവില്ല. അതുകൊണ്ട് റോക്കറ്റിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? അവൺ ഓക്സിജനാണ്. അവൺ ഓക്സിജൻ സപ്ലൈ ആണ് ഉണ്ടാവുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനാണ് നോക്കാനുള്ളത്. റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഒരു മെയിൻ ഡിഫറൻസ് ജെറ്റ് മോഷനും റോക്കറ്റ് മോഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ജെറ്റ് the rate of fuel consumption is maintained at constant. Its motion will be uniformed. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെറ്റിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്യൂവലിൻ്റെ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് ഒരു മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്. അതുപോലെ തന്നെ ഇത് മൂവ് ചെയ്യണം അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. പക്ഷേ റോക്കറ്റിൻ്റെ മോഷൻ എടുക്കുമ്പോൾ ഫ്യൂവൽ കൺസപ്ഷൻ ഇനിയിപ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റിലാണെങ്കിൽ കൂടി അത് യൂണിഫോമിലല്ല അതിൻ്റെ മോഷൻ ഉണ്ടാവുക. ഫ്യൂവൽ ബേൺ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണെങ്കിലും മോഷൻ ഉണ്ടാവുന്നത് യൂണിഫോം അല്ല. പിന്നെ അതുപോലെ തന്നെ അത് ആക്സലറേറ്റഡ് ആവാം, യൂണിഫോമും ആവാം, ആക്സലറേറ്റഡ് ആവാം. പക്ഷേ ജെറ്റ് പ്ലാൻസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ദിസ് ബിക്കോസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ റോക്കറ്റ് ഗോസ് ഓൺ ഡിക്രീസിങ് ടു എ ബിഗ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ വെൻ റോക്കറ്റ് ഗോസ് മൂവ് അപ്പ്, ഉയരങ്ങളിലേക്ക് പോകും തോറും റോക്കറ്റിൻ്റെ മാസ് ഡിക്രീസ് ചെയ്യും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? യൂണിഫോം മോഷനിലല്ല മൂവ് ചെയ്യുന്നത്, ആക്സലറേറ്റഡ് മോഷനിലും. യൂണിഫോം മോഷനിലും മൂവ് ചെയ്യാം, ആക്സലറേറ്റഡ് മോഷനിലും മൂവ് ചെയ്യാം.
അതാണ് അതിൽ പറയുന്നത്. ദിസ് മീൻസ് വൈൽ കൺസിഡറിങ് ദ മോഷൻ ഓഫ് റോക്കറ്റ് വേരിയേഷൻ ഓഫ് മാസ് ഹാസ് ബീൻ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. വേരിയേഷൻ ഓഫ് മാസ് ആണ് അവിടെ പറയുന്നത്. മാസ് ഡിക്രീസ് ചെയ്യും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കുകയാണ്. കൺസിഡർ എ റോക്കറ്റ് ഓഫ് മാസ് എം കൺസിഡർ ചെയ്യുക, അതിൻ്റെ വെലോസിറ്റി വി കൺസിഡർ ചെയ്യുക, അറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ടി കൺസിഡർ ചെയ്യുക. ഇറ്റ്സ് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എം വി ആണ്. നമുക്കറിയാം പി ഇസിക്വൽ ടു എം വി, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. സപ്പോസ് ദ റോക്കറ്റ് ഇജക്റ്റ് ഔട്ട് ദ ഗ്യാസ് ഓഫ് മാസ്. ഒരു ഡി ടി എന്ന് പറയുന്ന ടൈമിൽ ഒരു ഡി എം എന്ന് പറയുന്ന മാസ് ഇജക്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. റോക്കറ്റിൻ്റെ ഗ്യാസ് ഇജക്റ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഡി എം ആയിട്ട് കൺസിഡർ ചെയ്യുക. ടൈം ഡി ടി, വെലോസിറ്റി യു, കാരണം ഇനീഷ്യൽ വെലോസിറ്റി യു ആയിട്ട് കൺസിഡർ ചെയ്യുക. എർത്തിൻ്റെ വെലോസിറ്റി ആണ് യു എന്ന് പറയുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി കൺസിഡർ ചെയ്യുക. ദ വെലോസിറ്റി ഓഫ് ഇജക്റ്റഡ് ഗ്യാസ് ഡി എം റിലേറ്റീവ് ടു ദ എർത്ത് വിൽ ബി വെലോസിറ്റി. എർത്തിൻ്റെ വെലോസിറ്റി യുവും പിന്നെ അതിൻ്റെ വെലോസിറ്റി ഓഫ് ദ എന്താ പറയുക, റോക്കറ്റിൻ്റെ വെലോസിറ്റി വി ആയിട്ട് കൺസിഡർ ചെയ്യുക, എർത്തിൻ്റെ വെലോസിറ്റി യു. അപ്പോൾ വി മൈനസ് യു എന്ന് പറയുന്ന വെലോസിറ്റി കിട്ടും. ആഫ്റ്റർ ദ ഇൻ്റർവെൽ ഡി ടി ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഇജക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റോക്കറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എം മൈനസ് ഡി എം ആണ്. ഗ്യാസിൻ്റെ മാസാണ് നേരത്തെ പറഞ്ഞത് ഡി എം. എം മൈനസ് ഡി എം ആണ്. നമ്മൾ പറഞ്ഞു മാസ് ഡിക്രീസ് ചെയ്യാൻ ചെയ്യുക. അപ്പോൾ അവിടെ റോക്കറ്റിൻ്റെ മാസ് വരെ എം മൈനസ് ഡി എം ആണ്. ആൻഡ് ഇറ്റ്സ് മൂവ് വിത്ത് എ വെലോസിറ്റി, നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുക. അപ്പോൾ വി പ്ലസ് ഡി വി വെലോസിറ്റി കൺസിഡർ ചെയ്യുക. ദെർഫോർ ദ മൊമെൻറ്റം ഓഫ് ദ റോക്കറ്റ് ആഫ്റ്റർ ദ ഇൻ്റർവെൽ ഡി ടി എന്ന് പറയുന്നത് മൊമെൻറ്റം എന്താ നമ്മൾ എം ഇൻറ്റു വി ആണ്. അപ്പോൾ റോക്കറ്റിൻ്റെ മാസും ഗ്യാസിൻ്റെ മാസും കൺസിഡർ ചെയ്തിട്ട് ആഫ്റ്റർ ഡി ടി ഇൻ്റർവെല്ലുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എം മൈനസ് ഡി എം ഇൻറ്റു വി പ്ലസ് ഡി വി പ്ലസ് ഡി എം ഇൻറ്റു വി പ്ലസ് ഡി വി മൈനസ് യു. കൺസിഡർ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദ റോക്കറ്റ് ഡ്യൂറിങ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻ്റ് ആണ്. ഇനീഷ്യൽ മൊമെൻറ്റം എന്തായിരുന്നു, എം വി ആണ്. ഫൈനൽ മൊമെൻറ്റം എന്താണ്, ഡി പി ആണ്. നമ്മൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുക്കണം, പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ എം മൈനസ് ഡി എം ഇൻറ്റു വി പ്ലസ് ഡി വി പ്ലസ് ഡി എം ഇൻറ്റു വി പ്ലസ് ഡി വി മൈനസ് യു മൈനസ് എം വി. ഇനീഷ്യൽ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എം ഇൻറ്റു എം ഡി വി മൈനസ് യു ഡി എം എന്ന് കിട്ടും, ക്യാൻസൽ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റോക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോഴ്സ് എഫ് ഇസ് ഇക്വൽ ടു ഡി പി ബൈ ഡി ടി. അതായത് എം ഇൻറ്റു നമ്മൾ ഡി ടി ടൈം ഇൻ്റർവെൽ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡി ടി വെച്ചിട്ട് ഡിഫറൻഷ്യൽ, അപ്പോൾ അങ്ങനെ വരും എം ഇൻറ്റു ഡി വി ബൈ ഡി ടി മൈനസ് യു ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് വരും. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ട് എടുക്കുക, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഡി വി ബൈ ഡി ടി ഗിവ്സ് ആക്സലറേഷൻ ഓഫ് ദ റോക്കറ്റ് ആണ്. ഡി വി ബൈ ഡി ടി നമുക്കറിയാം ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതുക, ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് കൊടുത്തു. എന്നിട്ട് ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ എന്ന് കൊടുക്കുക. അപ്പോൾ എം ഇൻറ്റു ഡി വി ബൈ ഡി ടിക്ക് പകരം എം ഇൻറ്റു എ ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് കൊടുക്കുക. എന്നിട്ട് എ ഇസ് ഇക്വൽ ടു യു ബൈ എം ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ 2 എ ഇസ് ഇക്വൽ ടു യു ബൈ എം ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് കിട്ടി. ഇനി നമുക്ക് ഫ്രം ഇക്വേഷൻ 1 വി ക്യാൻ റൈറ്റ്, നമുക്ക് എ ഇസ് ഇക്വൽ ടു ഡി വി ബൈ ഡി ടി എന്നറിയാം. അപ്പം ഡി വി ബൈ ഡി ടി ഇസ് ഇക്വൽ ടു നമുക്ക് ഡി വി ബൈ ഡി ടി ഇസ് ഇക്വൽ ടു യു ബൈ എം ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, നമുക്ക് എന്താ പറയുക, ഡി വി സിക്വൽ ടു യു ബൈ ഡി ടി ക്യാൻസൽ ചെയ്തിട്ട് രണ്ട് സൈഡിലും ഡി ടി ഉണ്ടല്ലോ, അപ്പോൾ ഡി ടി പകരം ഡി വി സിക്വൽ ടു യു ബൈ എം ഇൻറ്റു ഡി എം എന്ന് കിട്ടും. ഇനി ബോത്ത് സൈഡ്സിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ബോത്ത് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡി വി ആണ്. അപ്പോൾ ഡി വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വി വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രൽ വി ഐ ടു വി എഫ്, അതായത് ഇനീഷ്യൽ ടു ഫൈനൽ ഇസ് ഇക്വൽ ടു ഇൻറ്റഗ്രൽ, ഇവിടെ മാസാണ് ഡി എം ആണ്. അപ്പോൾ മാസ് വെച്ചിട്ട് ഇനീഷ്യൽ മാസ് എം ഐ ടു എം എഫ് ബൈ യു എം ഇൻറ്റു ഡി എം ഇസ് ഇക്വൽ ടു യു ഇൻറ്റു യുവും കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ അതുകൊണ്ട് എടുക്കുക. വെലോസിറ്റി ഓഫ് എർത്ത് പുറത്തേക്ക് എടുത്താൽ യു ഇൻറ്റു എം ഐ
MI/MF ഇത് കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് വി അല്ലേ, അപ്പോൾ എന്താ വരിക, വി ഐ മൈനസ് വി എഫ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് വരിക. അതായത് വി എഫ് മൈനസ് വി ഐ ആണ് വരിക. പിന്നെ അതുപോലെ തന്നെ യു ഇൻറ്റു ഡി എം ബൈ എം ആണ്, അതായത് 1/m ഇൻറ്റു ഡി എം. അപ്പോൾ 1/m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ യു ഇൻറ്റു ലോഗാണ് വരിക. ഇൻ്റഗ്രൽ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് എക്സ് അല്ല, അപ്പോൾ ലോഗ് എം എഫ് ഡിവൈഡഡ് ബൈ എം ഐ എന്ന് വരും. അതായത് വി എഫ് മൈനസ് വി ഐ സിക്വൽ ടു യു ഇൻറ്റു എൽ എൻ എം എഫ് ഡിവൈഡഡ് ബൈ എം ഐ എന്ന് വരും. അതായത് അപ്പോൾ വി എഫ് ഇസിക്വൽ ടു ഫൈനൽ വെലോസിറ്റി ഇസിക്വൽ ടു എന്താണ് വരിക, വി ഐ പ്ലസ് യു ഇൻറ്റു എൽ എൻ ലോഗ് എം എഫ് ബൈ എം ഐ എന്ന് കിട്ടും. അങ്ങനെ എഴുതിയതിന് ശേഷം നമുക്ക് ഇവിടെ നെഗറ്റീവ് എങ്ങനെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി എഫ് ഇസിക്വൽ ടു യു ഇൻറ്റു എൽ എൻ ലോഗ് എം എഫ് ബൈ എം ഐ ആണ്. അതിന് വി എഫ് ഇസിക്വൽ ടു മൈനസ് യു എൽ എൻ എം ഐ ബൈ എം എഫ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എം എഫ് ബൈ എം ഐ ആയിരുന്നു, അപ്പോൾ പോസിറ്റീവ്. അതിന് ഡിനോമിനേറ്ററിൽ അതിന് ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി എം ഐ ബൈ എം എഫ് ആക്കിയപ്പോഴാണ് അവിടെ നെഗറ്റീവ് വന്നത്. അപ്പോൾ ലോഗിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ -2.303 യു ലോഗ് എം ഐ ബൈ എം എഫ് എന്ന് കിട്ടും. അപ്പോൾ വി എഫ് ഇസിക്വൽ ടു -2.303 ലോഗ് 303 യു ലോഗ് എം ഐ ബൈ എം എഫ് എന്ന് കിട്ടി. ദിസ് ഗീവ്സ് ദ വെലോസിറ്റി ഓഫ് ദ റോക്കറ്റ്. അതാണ് വെലോസിറ്റി ഓഫ് ദ റോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ഇല്ല കേട്ടോ, അവിടെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിലാണ് അങ്ങനെ പറയുന്നത്. വെലോസിറ്റി ഗെയിനഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഷ്യോ ഓഫ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ മാസസ് ആൻഡ് എക്സ്വാട്ട് ദ സ്പീഡ് യു. ഇനീഷ്യൽ ഫൈനൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്, വെലോസിറ്റി ഓഫ് ദ റേഷ്യോ ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെലോസിറ്റി ഓഫ് എന്തിരിക്കുന്നത്, വെലോസിറ്റി ഓഫ് റോക്കറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ റോക്കറ്റ് മോഷൻ ടേക്ക് പ്ലേസ് നിയർ ദ സർഫസ് ഓഫ് എർത്ത്. ഇനിയിപ്പോൾ ഒരു കേസ് പറയുന്നത് സ്പെഷ്യൽ കേസാണ്. എർത്തിനോട് നിയർ ആയിട്ടാണ്, നമ്മൾ പറഞ്ഞ ആൾട്ടിറ്റ്യൂഡിലാണ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ എർത്തിനോട് നിയർ ആയിട്ടാണ് റോക്കറ്റ് മോഷൻ ഉള്ളതെങ്കിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, എർത്തിനോട് നിയർ ആണെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുക. എഫ് ഇസിക്വൽ ടു എം ജി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ട്. ആദ്യം നമ്മളൊരു ഫോഴ്സ് ഇല്ല, ഫോഴ്സ് ഇസിക്വൽ ടു 0 പറഞ്ഞിട്ടാണ് നേരത്തെ കേസ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ എഫ് ഇസിക്വൽ ടു എം ജി എന്ന് കൊടുത്താൽ എം ജി ഇസിക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി മൈനസ് ഡി എം ബൈ ഡി ടി ഇൻറ്റു യു എന്ന് കിട്ടി. നമുക്കൊരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്, എ ഇസിക്വൽ ടു യു എം ഇൻറ്റു ഡി എം ബൈ ഡി ടി പ്ലസ് ജി നമ്മൾ ചേർക്കണം. പ്ലസ് ജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്ലസ് ജി, നമ്മൾ അവിടെ ഒരു ഫോഴ്സ് ഉള്ളതുകൊണ്ട് അവിടെ കൂട്ടുകയാണ് പ്ലസ് ജി എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളേത്തുള്ളൊരു ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് എ ഇസിക്വൽ ടു യു ബൈ എം ഇൻറ്റു ഡി എം ബൈ ഡി ടി പ്ലസ് ജി എന്ന് പറയുന്നത്. നിയർ ദ എർത്തിൻ്റെ സർഫസിനോട് നിയർ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ആഡ് ചെയ്തു. ഇനി എങ്ങനെ വരിക, ഫൈനൽ വോളിയം ഇസിക്വൽ ടു മൈനസ് യു ഇൻറ്റു എൽ എൻ എം ഐ ബൈ എം എഫ് പ്ലസ് ജി ടി എഫ്. ടി എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ഫൈനൽ ടൈം വെൻ റോക്കറ്റ് റീച്ച്. കാരണം എർത്തിനോട് മൂവ് ചെയ്യല്ല, അപ്പോൾ ഒരു ഫൈനൽ ടൈം ഉണ്ടാവുമല്ലോ, എർത്തിനോട് മൂവ് ചെയ്യുമ്പോൾ റോക്കറ്റ് അവിടെ റീച്ച് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ ടി എഫ് എന്ന് പറയുന്നത്. ടി എഫ് അതായത് നിയർ ബൈ ദ സർഫസ് ഓഫ് എർത്തിൽ മൂവ് ചെയ്യുമ്പോൾ റോക്കറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ -2.303 യു ലോഗ് എം ഐ ബൈ എം എഫ് പ്ലസ് ജി ഇൻറ്റു ടി എഫ് എന്ന് വരും. ഇനിയിപ്പോൾ വി ഐ സിക്വൽ ടു 0 ടി ഐ സിക്വൽ ടു 0 ആണെങ്കിൽ ദ അപ്വാർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ റോക്കറ്റ് ബൈ ദ എക്സ്പെൽഷൻ ഓഫ് എക്സോട്ട് ഗ്യാസസ് കോൾഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പുറത്ത് വരുമ്പോൾ റോക്കറ്റിൽ പ്രയോഗിക്കുന്ന അപ്വാർഡ് ഫോഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഗ്യാസ് പുറത്ത് വരുമ്പോൾ റോക്കറ്റിൽ പ്രയോഗിക്കുന്ന അപ്വാർഡ് ഫോഴ്സ് ഉണ്ടാവില്ല, അതിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. വി ഹാവ് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി സിക്വൽ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മളെത്തുണ്ട്. എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇസ് ത്രസ്റ്റ്. ഈ എം ഇൻറ്റു ഡി വി ബൈ ഡി ടിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുക. എഫ് ഫോഴ്സ് നമ്മൾ അപ്വാർഡ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഗ്യാസ്ക്ക് പുറത്ത് വരികയാണ്, അപ്പോൾ നമ്മൾ അപ്വാർഡ് ഡയറക്ഷനിൽ പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്.
ഗ്യാസ് പുറത്ത് വരുമ്പോൾ റോക്കറ്റിൽ പ്രയോഗിക്കുന്ന അപ്വാർഡ് ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്, ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് m/dv/dt u/dm/dt. ഈ m/dv/dtനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ത്രസ്റ്റ് എന്ന് പറയുക. അതായത് അപ്പോൾ ത്രസ്റ്റിൻ്റെ എഫ് വെക്റ്ററാണ് അവിടെ ഇത് കാണിക്കുന്നത്. f u/dm/dt. അതാണ് നമ്മൾ എത്രമാത്രം ഫ്യൂവൽ അവിടെ ഉണ്ടായി എന്നുള്ളതിനെയാണ് നമ്മൾ ത്രസ്റ്റ് ഈസ് എ പ്രൊഡ്യൂസ് ഓഫ് ദ എക്സ്വാർട്ടഡ് സ്പീഡ് ആൻഡ് ദ റേറ്റ് ഓഫ് വിച്ച് ഫ്യൂവൽ ഈസ് കൺസ്യൂമഡ്. എത്രമാത്രം ഫ്യൂവൽ അവിടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ റേറ്റും ആണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. f u/dm/dt.